16-ാമത്തെ സങ്കീർത്തനം 12 മുതലുള്ള ഭാഗം വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 116, 12 മുതൽ. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, നിന്റെ ദാസൻ, ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാം. പാപമോചനത്തിൻ്റെ സാധ്യതകളെ കാൽവരിയിൽ കൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകിയ ക്രിസ്തുവേ, അവിടുന്ന് സ്ഥാപിതമായ വിശുദ്ധ സാക്രമെന്റിൽ പങ്കുചേരുവാൻ ഒരു വിശുദ്ധ ദിവസം കൂടെ പെസഹയുടെ ദിനം ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, അവിടുത്തെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുവാൻ തക്ക വിധം ഞങ്ങൾ വീണ്ടും ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നു. കരുണാമയനായ ദൈവമേ, അവിടുന്ന് ഈ അടിയങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവൻ്റെ അനുഭവത്തെ ഈ വിശുദ്ധാരാധനയിൽ ലഭ്യമാക്കി തരണമേ. മാളിക മുറിയൽ വിരിച്ചൊരുക്കിയ വൻമാളികയ്ക്കകത്ത് മേശയ്ക്ക് ചുറ്റും 12 ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് പെസഹ സ്ഥാപിച്ച രക്ഷയുടെ അനുഭവത്തെ പ്രദാനം ചെയ്ത ആ കർത്താവ് ചെയ്ത സൽപ്രവൃത്തിയെ നന്ദിയോടുകൂടെ ഓർക്കുവാൻ അങ്ങയുടെ പാദപീഠങ്ങളിൽ അവിടുത്തെ തിരുമേശയിൽ ഞങ്ങൾക്കും ഭാഗമാകുവാൻ ദൈവകൃപ ഞങ്ങൾക്ക് നൽകിയവനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ അടുക്കലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തീയ ജീവിതത്തെ മർമ്മപ്രധാനമായ ഈ ദിനത്തിൽ അവിടുത്തെ ആലയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരുമിച്ച് കൂടിയിരിക്കുവാൻ, ഈ നിമിഷങ്ങളെ വിശുദ്ധിയോടുകൂടി ആചരിക്കുവാൻ, ഇതിൻ്റെ ഓർമ്മയ്ക്കായി സേവൻ എന്ന് അരുളി ചെയ്ത അവിടുത്തെ ശബ്ദത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിതമായ ആ വിശുദ്ധ സാക്രമെൻ്റ് അനുഭവത്തെ സ്വീകരിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. കരുണയുള്ള കർത്താവേ, ഇന്നത്തെ ഈ ആരാധനയുടെ അധ്യവസനം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പാപത്തെ അവിടുന്ന് ക്ഷമിക്കണമേ. തന്നെ താൻ ശോധന ചെയ്ത് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോൾ യോഗ്യതയോടുകൂടെ ഈ മേശ അനുഭവിപ്പാനായിട്ട് കൃപയേകണമേ. ഞങ്ങളുടെ ഈ ആരാധനയെ കൂടെ ഇരിക്കണമേ. ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവശക്തി അവിടുന്ന് വ്യാപരിക്കണമേ. കൃപയുള്ള നാഥൻ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഈ സമയം നമ്മുടെ കീർത്തന പുസ്തകത്തിൽ 42-ാമത്തെ കീർത്തനം ആലപിക്കാം.
കൈകൾ രണ്ടും കൂപ്പി വാഴ്ത്തി സ്തുതിച്ചു നീ ആനന്ദിച്ചാർപ്പെടുക കർത്തനാമേശുവേ കൈകൾ രണ്ടും കൂപ്പി വാഴ്ത്തി സ്തുതിച്ചു നീ ആനന്ദിച്ചാർപ്പെടുക ഗീതങ്ങൾ പാടിടുവിൻ വിശ്വാസ കണ്ണാൽ കണ്ടേ നന്മ തിങ്ങും സ്വർഗാധിപനാഥൻ ശ്രീയേശുവേ വിശ്വാസ കണ്ണാൽ കണ്ടേ എന്നെ കൂടാറുള്ള എത്രയോ നന്മകളെന്നും മഹാമാരി പോലെ വർഷിപ്പതാൽ എന്നെ കൂടാറുള്ള എത്രയോ നന്മകളെന്നും മഹാമാരി പോലെ വർഷിപ്പതാൽ ഗീതങ്ങൾ പാടിടുവിൻ ശുദ്ധീകരിച്ചിടുവാനായി നിന്നെ കർത്തൻ സഹിച്ച പാടും കേടും മറന്നിടാതെ ശുദ്ധീകരിച്ചിടുവാനായി ജീവനുമാശയുമറ്റതാം നിന്നെയും ജീവിപ്പിച്ചു നാഥൻ തൻ ശുദ്ധരക്തത്താൽ ജീവനുമാശയുമറ്റതാം നിന്നെയും ജീവിപ്പിച്ചു നാഥൻ തൻ ശുദ്ധരക്തത്താൽ ഗീതങ്ങൾ പാടിടുവിൻ പതിച്ച സിയോനേ നിന്നെ ആമോദമോടു തൻ കരത്തിലേന്തി ആദം പതിച്ച സിയോനേ നീതിയങ്കി ചാർത്തിയാഭരണമിട്ടു ഉത്തമ മണവാട്ടിയാക്കി അലങ്കരിച്ചു നീതിയങ്കി ചാർത്തിയാഭരണമിട്ടു ഉത്തമ മണവാട്ടിയാക്കി അലങ്കരിച്ചു ഗീതങ്ങൾ പാടിടുവിൻ സ്വർഗീയ മണവാട്ടിയേ നീയും ആനന്ദഗീതങ്ങൾ വാഴ്ത്തി പാടി സ്വർഗീയ മണവാട്ടിയേ കർത്തൻ മഹിമയ്ക്കായെന്നും വളർന്നു പരിശുദ്ധി തന്നിൽ ചേരും നിത്യഭവനമത് കർത്തൻ മഹിമയ്ക്കായെന്നും വളർന്നു പരിശുദ്ധി തന്നിൽ ചേരും നിത്യഭവനമതിൽ ഗീതങ്ങൾ പാടിടുവിൻ തിരുസഭയോരേ വന്നു വാഴ്ത്തി വാഴ്ത്തി ഗീതങ്ങൾ പാടിടുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് പ്രിയമുള്ളവരെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വന്നു നമ്മുടെ പിതാവായ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ നാമത്തിൽ നമുക്ക് പാപക്ഷമ നൽകണമെന്ന് അപേക്ഷിക്കുകയോ ചെയ്യുക. നമ്മുടെ സഹായം യഹോവയുടെ നാമത്തിൽ ഉള്ളത്.
പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായുള്ളവേ, അരിഷ്ടഭാവികളായിരിക്കുന്ന ഞങ്ങൾ സ്വഭാവത്താൽ പാപമുള്ളവരും അശ്രദ്ധമാകുന്നു എന്നു നിനക്ക് വിരോധമായ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവർത്തികളാലും പാപം ചിതറിക്കുന്നെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റു പറയുന്നു. ഞങ്ങൾ അഭയം പ്രാപിപ്പാൻ നിന്റെ അളവറ്റ കരുണയ്ക്കയോടി വരികയോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം ഞങ്ങളോട് കൃപയുള്ളവനാകണമെന്ന് വിനയമായി യാചിക്കുകയോ ചെയ്യുന്നു. മഹാകരുണയുള്ള ദൈവമേ, നിന്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾ പകരം മരണത്തിന് ഏൽപ്പിച്ചവനെ, ഞങ്ങളോട് കൃപയുണ്ടായി ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും നിമിത്തം ക്ഷമിക്കണമേ. നിന്നെ നിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള സത്യ അറിവിനെയും നിന്റെ വചനത്തോടുള്ള ഹൃദയപൂർണമായ അനുസ്മരണത്തെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വർദ്ധിപ്പിക്കണമെന്നും ഒടുവിൽ നിന്റെ കൃപയാൽ നിത്യജീവൻ പ്രാപിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ സ്വർഗസ്ഥ പിതാവാകുന്ന സർവശക്തിയുള്ള ദൈവം നമ്മോട് കൃപയുണ്ടായി തൻ്റെ ഏകപുത്രനെ നമുക്ക് പകരം മരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ നിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കുന്നു. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുക്കുന്നു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകും എന്ന വാഗ്ദത്തം തന്നും ഇരിക്കുന്നു. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. കർത്താവ് ഇത് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശുദ്ധ പെസഹ ദിനമായ ദിവസത്തേക്കുള്ള ആരംഭവാക്യം വിശുദ്ധ ചൊവ്വാഴ്ചയ്ക്കുള്ള ആരംഭവാക്യം. എനിക്കു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവേ അല്ലാതെ അവനിൽ ജീവനും രക്ഷയും മരണത്തിൽ നിന്നുള്ള പുനരുദ്ധാനമുണ്ട്. അവൻ നമ്മെ വീണ്ടെടുക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മോട് കൃപ ചെയ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പിതാവിനും കരുണയുണ്ടാകണമേ.
കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്രാ, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. ക്രിസ്തുവേ, നീ മാത്രം പരിശുദ്ധാത്മാവോടുകൂടി പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ നിന്റെ ആത്മാവോടിരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ഒരു സാക്രമെന്റ്, അവിടുത്തെ കഷ്ടമരണങ്ങളുടെ സ്മാരക ചിഹ്നം ഞങ്ങൾക്ക് നൽകിയ കർത്താവായ യേശുവേ, അവിടുത്തെ വീണ്ടെടുപ്പിന്റെ ഫലങ്ങൾ സദാ ഞങ്ങളിൽ കാണപ്പെടത്തക്കവണ്ണം അവിടുത്തെ ശരീരവും രക്തവുമാവുന്ന ഈ സാക്രമെന്റിനെ അനുഭവിക്കുവാൻ കൃപ ചെയ്യണമെന്നു പിതാവിനോടും പരിശുദ്ധാത്മാവിനോടുകൂടെ ഏകദൈവമായി എന്നേക്കും ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പുതിയ കീർത്തന പുസ്തകം 248 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 228. പുതിയ കീർത്തന പുസ്തകം 248, പഴയത് 228. ഓടിവാ കൃപയാം നദിയരികിൽ
പരിശുദ്ധാത്മാവു നിന്നിൽ മരണാവസ്ഥയെ കണ്ടു കരളലിഞ്ഞരികിൽ വന്നെടുത്തു നിന്നെ. തിരുജീവനോടെ നിന്നിൽ മാറുരൂപമാക്കി നിന്നെ തിരുസ്നാനം നൽകിയവൻ പരിശുദ്ധനായി നടത്തും. ഓടി വാ കൃപയാൽ നദിയരികിൽ. സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ. ശുദ്ധിയിൽ വഴിയതിൽ നടത്തും വചനം. നിത്യം നിന്റെ പാദങ്ങൾക്കു സത്യവെളിച്ചം തന്നിട്ട് ശുദ്ധതയിൽ ശുദ്ധ സ്ഥലത്തെത്തുവോളം തുണച്ചിടും. ഓടി വാ കൃപയാൽ നദിയരികിൽ. ശുദ്ധിയിൻ അലങ്കാരത്തിൽ ശുദ്ധിമാന്മാരെ സ്തുതിപ്പിൻ. ശുദ്ധതയിൽ വസിക്കും യഹോവയെ നിങ്ങൾ. നിത്യം നിത്യം വളർന്നു നാം ശുദ്ധതയിൽ മുതിർന്നു പാപത്തെ നശിപ്പിച്ചിടുകിൽ ക്രിസ്തുവിൽ ജീവിച്ചിടുന്ന. ഓടി വാ കൃപയാൽ നദിയരികിൽ. വിശുദ്ധ പെസഹ ദിനത്തേക്കുള്ള തിരുവചന വേദഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചന വാക്യങ്ങൾ. വായിക്കാനായി കിട്ടിയിരിക്കുന്ന ലേഖനഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയായ മോശയോടും അഹരോനോടും ഇസ്രായേൽ ദേശത്ത് വെച്ച് അരുളിച്ചത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുന്നവൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം അവനും അവൻ്റെ വീട്ടിനടുത്ത് ഉള്ള അയൽക്കാരനും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തൻ തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യസമയത്ത് അതിനെ അറക്കണം. അതിൻ്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്നു രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസം പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോട് കൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴിഞ്ഞതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിലൊട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിപ്പിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരക്കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നിങ്ങൾ തിന്നണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യനെയും മൃഗത്തിനെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. ഞാൻ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്ത് വാദിക്കുന്ന വാദ നിങ്ങൾക്ക് നാശകേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. ആമേൻ. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചു. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ.
ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുക ആകുന്നു. ആമേൻ. ഇവിടെ ലേഖന വേദഭാവം വായിച്ചു. നമുക്ക് എഴുന്നേറ്റത്തേക്കുള്ള സുവിശേഷ വേദഭാവം വായിച്ചു കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 13-ാമത്തെ അധ്യായം 1 മുതൽ. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കാരിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന്, താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിൻ്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്ത് നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറയും. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറയും. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറയും. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറയും. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഈ ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവൻ അല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനും അല്ല. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു കഴിഞ്ഞു.
വിശുദ്ധ വേദഭാവം വായിച്ചു കിട്ടണം. നമ്മുടെ വിശ്വാസം നിഹ്യാവിശ്വാസ പ്രമാണം അനുസരിച്ച് ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും ദൃശ്യമായവയും അദൃശ്യവുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏക ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായി ഏക കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുൻപ് തന്റെ പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള സാക്ഷാൽ ദൈവവും ജനിച്ചവൻ തന്നെ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവനും സകലത്തെയും ഉണ്ടാക്കിയവനുമാകുന്നു. അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് മനുഷ്യനായി അവതരിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും മഹത്വത്തോടെ ന്യായവിധിക്കാൻ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക വിശുദ്ധ ക്രിസ്തീയ അപ്പോസ്തലിക സഭയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകദൈവസ്നാനമുണ്ടെന്ന് ഞാൻ സാക്ഷീകരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. വീണ്ടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ പുതിയ കീർത്തന പുസ്തകത്തിൽ 309 കീർത്തനം, പഴയ കീർത്തന പുസ്തകം 281. കുഞ്ഞാടേ രക്ഷിക്കുന്നു
പാപത്തെ നീക്കിയത് യേശുവിൻ്റെ രക്തം മാത്രം. ലോകത്തെ തകർത്തത് യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. പുത്രത്വത്തിൻ ആധാരം യേശുവിൻ്റെ രക്തം മാത്രം. ആത്മാവിൻ്റെ പ്രകാശം യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. വാനം ആത്മജീവനിൽ യേശുവിൻ്റെ രക്തം മാത്രം. സ്ഥാനം തരും സ്വർഗ്ഗത്തിൽ യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. എന്തു ഞാൻ പ്രശംസിക്കും യേശുവിൻ്റെ രക്തം മാത്രം. എന്നും സ്വർഗ്ഗത്തോളവും യേശുവിൻ്റെ രക്തം മാഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ പുത്രനും വീണ്ടെടുപ്പുകാരനുമായിരിക്കും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും നമുക്കേവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സിയോൻപുരം ലൂഥറൻ സഭയുടെ പട്ടക്കാരൻ എന്ന നിലയിൽ പെസഹയുടെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഈ സഭയിലെ ഏറ്റവും അവസാനത്തെ ഒരു പെസഹ ആചരണത്തിലാണ് ഞാൻ ആയിരിക്കുക. അടുത്ത വർഷം ഉണ്ടാകത്തില്ല, മറ്റൊരു അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. കഴിഞ്ഞ 5 പെസഹയുടെ ദിനാചരണത്തിലേക്ക് നമുക്കൊന്നിച്ച് ഭാഗമാകുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഒത്തിരിയേറെ സന്തോഷം ഉണ്ട് ഈ പെസഹയുടെ രാത്രിയിൽ. ഒരു ചില വ്യക്തികൾ പോയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഒത്തിരിയേറെ സാന്നിധ്യവും നിറഞ്ഞ മുഖവും ഒക്കെ കാണുവാനായിട്ട് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനിയുള്ള പെസഹകളിലും ഒത്തിരിയേറെ ദൈവകൃപ ഈ സഭയ്ക്കും നിങ്ങൾക്കേവർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പെസഹ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ഈ മനസ്സിലൂടി വരുന്നൊരു ചിത്രമുണ്ട്. യേശുക്രിസ്തുവും 12 ശിഷ്യന്മാരും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന്
ഈ അപ്പവും വീഞ്ഞും പരസ്പരം കൈമാറുന്ന ഒരു ചിത്രം. യേശു എടുത്ത് കൊടുക്കുന്നുണ്ട്, ശിഷ്യന്മാർ അത് പരസ്പരം ഇങ്ങനെ വാങ്ങി പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം. ആ ചിത്രം നിന്നാണ് ഓരോ തിരുവത്താഴത്തിലും ഓരോ പെസഹയിലും നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന മനോഹരമായ ചിത്രം. ഈ ചിത്രം പഠിപ്പിക്കുന്ന ഒത്തിരിയേറെ സന്ദേശങ്ങളുണ്ട്. ഓരോ തിരുവത്താഴ ശുശ്രൂഷകളിൽ ഓരോ പെസഹകളിലൊക്കെ നാം അത് ധ്യാനിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു വരികയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരും ഈ ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്ന, ക്രിസ്തു ദൈവാലയത്തിലേക്ക് ഒരുമിച്ച് വന്ന് ആഘോഷിക്കുന്ന ഒരു ആഘോഷം, അതാണ് പെസഹ. ഒരുമിച്ച് കർത്താവിൻ്റെ മേശയിൽ വരുന്നുണ്ട്, ഒരുമിച്ച് മേശ പങ്കിടുന്നുണ്ട്, ഒരുമിച്ച് അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നുണ്ട്, ഒരുമിച്ചിങ്ങനെ ആനന്ദപരമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനം ആണ് പെസഹ. നമുക്കറിയാം, പെസഹയുടെ പ്രാധാന്യം അത്രയേറെ ഉണ്ട്. നമ്മുടെ ഗുരുവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തു തന്നെ കാൽവരിയിൽ യാഗമായി തീരുന്നതിന് മുൻപേ തൻ്റെ ശരീരത്തെയും തൻ്റെ രക്തത്തെയും മുന്നമേ വാഴ്ത്തി സ്തുതിച്ച് കൊടുക്കപ്പെടുന്ന ആ ഒരു പ്രാധാന്യമേറിയ അനുഭവമായത് കണ്ടിട്ടാണ് ഈ ക്രൈസ്തവ സമൂഹം മുഴുവനും ഈ പെസഹ ഒന്നടങ്കം എല്ലാ ക്രൈസ്തവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ട് അത് തീരുകയും ചെയ്യേണ്ടത്. അപ്പോൾ ക്രിസ്തു മതത്തെ അപേക്ഷിച്ചിടത്തോളം പ്രാധാന്യമേറിയ ഒരു ദിനം കൂടിയാണ് ഈ പെസഹ ദിനം എന്ന് പറയുന്നത്. പെസഹയുടെ ആരംഭം ഇവിടെ നിന്നൊക്കെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പഴയ നിയമഭാഗത്തു നിന്നൊക്കെയാണ് പെസഹയുടെ ആരംഭം കുറിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതവും അതിൻ്റെ ചരിത്രവുമായൊക്കെ ബന്ധപ്പെട്ട് നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ, ഈ സംഹാരദൂതനിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു കൽപ്പന, ഒരു ഉടമ്പടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉടമ്പടിയുടെ സ്ഥാപനത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ പെസഹയിൽ, അന്ത്യത്താഴത്തിൽ നമുക്ക് അനുഭവിക്കുവാനും കാണുവാനും ഒക്കെ സാധ്യമാകുന്നത്. നമുക്കറിയാം, അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇതിനെ നിലവിളിക്കുക, പ്രാർത്ഥിക്കുകയാണ്. അപ്പം അവിടെ നിലവിളി കർത്താവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട്. കർത്താവ് അവരെ വിടുവിക്കുവാൻ മോശയെ അയക്കുന്നുണ്ട്. മോശ ഫറവോൻ്റെ അടുക്കൽ പോകുന്നുണ്ട്. ദൈവം കൽപ്പിച്ച പ്രകാരം ഫറവോനോടുകൂടെ സംസാരിക്കുന്നുണ്ട്. ഓരോ ബാധ അയക്കുന്നുണ്ട്. ഓരോ ബാധ അയക്കും തോറും ഈ ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അവരെ വിട്ടയക്കാം, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ ബാധയിൽ നിന്ന് രക്ഷ പ്രാപിക്കുമ്പോൾ ഫറവോൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമാകുകയാണ്, വീണ്ടും വീണ്ടും കല്ലായിത്തീരുകയാണ്. അപ്പൊ കാഠിന്യമാകുന്ന ഹൃദയത്തിൻ്റെ അനുഭവത്തിൽ ഈ ഫറവോൻ നിൽക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, അവസാനത്തെ ബാധ, 10ാമത്തെ ബാധയെ സംഹാരദൂതനെ അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനപ്രകാരം മോശയോടുകൂടെ പറയുന്ന ഒരു ഉടമ്പടിയാണ്, ഒരു കൽപ്പനയാണ് പുറപ്പാട് പുസ്തകം 12ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 12ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കാം. അര കെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തിൽ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹ ആകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടെ കടന്ന് മിസ്രൈം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞിലൊക്കെയും സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ഒരു ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്ത് ഭാവിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങൾ അത് ആചരിക്കണം. പിള്ളേർ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പെസഹ ആചരിക്കേണ്ടതിൻ്റെ ഈ ഒരു പ്രാധാന്യം. സംഹാരദൂതൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങളൊരു കുഞ്ഞാടിനെ എടുക്കണം, കുഞ്ഞാടിനെ അറുക്കണം, കുഞ്ഞാടിൻ്റെ അറുത്ത് കുഞ്ഞാടിൻ്റെ രക്തം കട്ടളമേൽ പുരട്ടപ്പെടണം.
സംഹാരദൂതൻ ഈ സംഹരിക്കുവാനായിട്ട് കടന്നു വരുന്ന സമയം ഏത് ഭവനത്തിലാണോ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടപ്പെട്ട ഭവനം കാണുന്നത്, ആ ഭവനത്തെ ഒഴിഞ്ഞു മാറിപ്പോകും, കടന്നുപോകും, ആ ഭവനത്തെ കടന്നുപോകും. ഈ കടന്നു പോകുന്ന അനുഭവമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ എന്ന പദത്തിൻ്റെ അർത്ഥം ഒഴിഞ്ഞു പോകുക എന്നാണ്, കടന്നു പോകൽ എന്നാണ്. ഈ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടപ്പെട്ട ഈ ഭവനത്തെ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ ഓർത്തെടുക്കുന്ന, അതിൻ്റെ ഓർമ്മ സ്ഥാപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമായിട്ട് നാം ഇന്ന് പെസഹ ആചരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പെസഹം, ഈ പെസഹ എന്ന് പറയുന്നത് മിസ്രൈമിൽ ഇസ്രായേൽ ജനം ആചരിക്കുന്ന പെസഹ. രണ്ടാമത്തെ പെസഹ എന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങൾ ആചരിക്കുന്ന പെസഹയാണ്. അതൊരു രക്ഷയുടെ പെസഹയാണ്. ദൈവത്തിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരം, ഈ ശരീരം രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യപ്പെടുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഗ്രഹീതമായ ഒരു പെസഹയുടെ അനുഭവമാണ് ഇന്ന് നാം ആചരിക്കുന്ന പെസഹ എന്ന് പറയുന്നത്. എന്താണ് പെസഹ എന്ന് ചോദിക്കുക? പുതിയ നിയമകാലത്തെ പെസഹ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് അതിനെ ഇങ്ങനെ കുറിക്കുവാനായിട്ട് കഴിയും. പെസഹയിൽ ബലി അർപ്പിക്കപ്പെടേണ്ട ആടിന് പകരം ക്രിസ്തു ഒരു കുഞ്ഞാടായി തീരുന്നതിനെയാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബലി അർപ്പിക്കുവാനായിട്ട് അതിനുവേണ്ട ഒരുക്കപ്പെട്ട ഒരു ആടുകളുണ്ട്, ഊനമില്ലാത്ത ആടുകൾ, മുടന്തില്ലാത്ത ആടുകൾ, ഒരു കുറവുമില്ലാത്ത ആടുകൾ. അപ്പോൾ ആ ആടുകൾ ഒരു കാലഘട്ടത്തെ പെസഹയുടെ ഒരു ആചരണമായി തീരപ്പെടുമ്പോൾ ക്രിസ്തു തന്നെ തന്നെ ഒരു കുഞ്ഞാടായി തീർക്കുകയാണ്. തന്നെ പെസഹയുടെ ബലി അർപ്പിക്കുവാനായിട്ട് ഒരു ആടായി സമർപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ പെസഹ എന്ന് നാം ഇന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ബലി പരിഹാരമായി ബലി തീരുന്നതിന് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ സമർപ്പണത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടെ പെസഹ ആയിട്ട് നാം ഇന്ന് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ എന്താണ് പെസഹ? പെസഹയിൽ രണ്ട് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന്, പെസഹ എന്ന് പറയുന്നത് അതൊരു ഓർമ്മ പുതുക്കലാണ്. അതൊരു ഓർമ്മിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ അനുഭവമാണ് പെസഹ എന്ന് പറയപ്പെടുന്നത്. എന്താണ് ഈ ഓർമ്മ പുതുക്കൽ എന്ന് പറയുന്നത്? രക്ഷയായി തീർന്നതിൻ്റെ ഒരു ഓർമ്മ, അപ്പം വിഭാഗിച്ചവൻ അപ്പമായി തീർന്നതിൻ്റെ ഓർമ്മ, ദാഹത്തോടുകൂടെ പാനീയം ചോദിച്ചവൻ ദാഹമകറ്റുന്ന പാനീയമായി തീരപ്പെടുന്നതിൻ്റെ ഒരു ഓർമ്മ, പാപമറിയാത്തവൻ പാപമായി തീർന്നതിൻ്റെ ഓർമ്മ. ഈ ഒരു ഓർമ്മയാണ് എന്നതാ ഞാനും നിങ്ങളൊക്കെ ഓർത്തെടുക്കേണ്ടത്. അപ്പമായി തീരുന്ന, അപ്പം വിഭാഗിച്ച 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവ് ഇവിടെ ഒരു അപ്പമായി തീരുകയാണ്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ഈ പെസഹ ആചരിക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ് അനന്തൻ. ശ്രീബുദ്ധൻ ഈ സമാധി അടുത്ത സമയത്ത്, മരണത്തോടടുത്ത സമയത്ത് സമാധി ഇരിക്കുവാനായിട്ട് ഒരു ആൽത്തറ ചുവട്ടിലേക്ക് പോവുകയാണ്. ആൽത്തറ ചുവട്ടിൽ ഇങ്ങനെ സമാധിയാകുവാനുള്ള ധ്യാനമഗ്നനായിരിക്കുന്ന സമയം പ്രിയപ്പെട്ട ശിഷ്യനായ അനന്തൻ ഈ ശ്രീബുദ്ധൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ശ്രീബുദ്ധനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അല്ലയോ ഗുരു, നീ സമാധിയാകുവാനായിട്ട് പോവുകയാണ്, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും തരണമേ. അപ്പോൾ ഈ ശ്രീബുദ്ധൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ തൊട്ടടുത്ത് നിൽക്കപ്പെടുന്ന ഈ മുല്ലച്ചെടിയിൽ നിന്നും ഒരു മുല്ലപ്പൂവിനെ അടർത്തിയെടുത്തിട്ട് ഈ അനന്ത കയ്യിൽ ഏൽപ്പിച്ചു. അനന്തൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ മുല്ലപ്പൂവുമായിട്ട് തൻ്റെ ഭവനത്തിൽ പോയി തൻ്റെ ധ്യാന മുറിയിൽ ആ മുല്ലപ്പൂ വെച്ചു. ഓരോ ദിവസവും ഈ ധ്യാനമുറിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ മുല്ലപ്പൂവിൻ്റെ അടുക്കൽ വരും, മുല്ലപ്പൂവിനെ എടുക്കും, മണപ്പിക്കും, അവിടെ വെക്കും. അങ്ങനെ ഓരോ ദിവസങ്ങളും, എല്ലാ ദിവസങ്ങളും ഈ ശ്രീബുദ്ധൻ്റെ ഓർമ്മ അയവർത്തുകൊണ്ടിങ്ങനെ കാലം കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു. ഈ മുല്ലപ്പൂ വാടി അത് കരിഞ്ഞു, ഉപയോഗമില്ലാതെ അത് ചില ദുർഗന്ധം വഹിക്കുന്ന അവസ്ഥയുണ്ടായിത്തീർന്നു. അങ്ങനെ അതിനെടുത്ത് കളയുവാനായിട്ട് ഈ ശ്രീബുദ്ധൻ്റെ ശിഷ്യനായ അനന്തൻ ആഗ്രഹിച്ചു. മെല്ലെ മെല്ലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ശ്രീബുദ്ധൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പതിയെ മാഞ്ഞു പോകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവായി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച ചോദ്യമുണ്ട്. കർത്താവേ, നീ പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്, നീ ഞങ്ങളെ വിട്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. നീ പോകുമ്പോൾ നിന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ഞങ്ങൾക്ക് തരണമേ. അങ്ങനെ കർത്താവ്
ഈ ചോദിച്ചതിന് പ്രകാരം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരൊക്കെ കൂട്ടിവരുത്തി മേശ ചുറ്റും ഇരുന്നിട്ട് തൻ്റെ അപ്പമെടുത്ത് വാഴ്ത്തി കൊടുത്തിട്ട് പറയുകയാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി. അന്ന് സ്ഥാപിതമായ ആ ഓർമ്മയുടെ ശുശ്രൂഷ ഇന്ന് കാലാകാലങ്ങൾ മാറിയിട്ടും മാഞ്ഞു പോകാതെ എന്നിലും നിന്നിലും നിറയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഓർമ്മ പുതുക്കൽ ആണ് പ്രിയപ്പെട്ടവരെ ഈ പെസഹ എന്ന് പറയുന്നത്. രക്തമായി തീർന്ന, ശരീരമായി തീർന്ന, പാനീയമായി തീർന്ന, അപ്പമായി തീർന്ന, പാപമോചനമായി തീർന്ന ആ ക്രിസ്തുവിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ വിശേഷകരമായ ഒരു അനുഭവമായിട്ട് ഈ പെസഹയെ ആചരിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവ് ക്രിസ്തു പറഞ്ഞതാണ്, തൻ്റെ ഈ അപ്പമെടുത്ത് വാഴ്ത്തി സ്തുതിച്ച് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. അപ്പോൾ ഒരു സമയം അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ളതല്ല ഈ തിരുവത്താഴമല പെസഹ എന്ന് പറയപ്പെടുന്നത്. അത് കാലാകാലങ്ങൾ പഴയ ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെ പറയും, നിങ്ങളുടെ കാലങ്ങളോളം, ജീവിച്ചിരിക്കുന്ന കാലങ്ങളോളം നിങ്ങളിത് ഓർമ്മിക്കണം, നിങ്ങൾ ഓർമ്മ പുതുക്കണം. കാരണം നിങ്ങളെ വിമോചനം നൽകിയ, നിങ്ങൾക്ക് രക്ഷ നൽകിയ, നിങ്ങളെ വീണ്ടെടുത്ത, സംഹാരദൂതനുള്ള ആ ഒരു സംരക്ഷണം നൽകിയ ദൈവത്തെ ഓർത്തെടുക്കുവാനുള്ള ഒരു ഓർമ്മ പുതുക്കലായിട്ട് പെസഹ ആചരിക്കണം. അത് കർത്താവ് ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഓർമ്മിച്ചെടുക്കണം, എൻ്റെ ശരീരം, എൻ്റെ രക്തം നിന്റെ മുന്നിൽ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ അത് നിന്റെ പാപത്തിൻ്റെ മോചനത്തിനായി, എൻ്റെ പാപത്തിൻ്റെ മോചനത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്നുള്ള ഓർമ്മ പുതുക്കേണ്ട ഒരു അനുഭവത്തിൽ കൂടെ ഈ പെസഹ രാത്രി കടന്നു പോകുവാനായിട്ട് ദൈവതമ്പുരാൻ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പെസഹ ഒന്നാമത് പഠിപ്പിക്കുന്നത് അത് ഓർമ്മ പെരുന്നാൾ തന്നെയാണ്. രണ്ടാമത് പെസഹ നമ്മെ പഠിപ്പിക്കുന്നത് അതൊരു വിമോചനത്തിൻ്റെ പെരുന്നാളാണ്. വിമോചനത്തിൻ്റെ പെരുന്നാൾ, മോചനം നൽകുന്നതിൻ്റെ ഒരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഈ പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഇന്ന് നമുക്കുണ്ട്, പലതരത്തിലുള്ള അടിമത്വങ്ങൾ നമുക്കുണ്ട്. മാനുഷിക അടിമത്വം, പൈശാചിക ബന്ധനങ്ങൾ, അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ബന്ധനങ്ങൾ എൻ്റെയും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം പ്രാപിക്കുന്ന ഒരു മുഖാന്തരമാണ് ക്രിസ്തു നമുക്ക് നൽകപ്പെട്ട ഈ സാക്രമെന്റ്. പാപത്തു നിന്നുള്ള മോചനം, അടിമത്വത്തിൽ നിന്നുള്ള മോചനം, പൈശാചിക ശക്തിയിൽ നിന്നുള്ള മോചനം, ഈ മോചനം പ്രാപിക്കുവാനായിട്ട് നിങ്ങളിത് ഭക്ഷിപ്പൻ, നിങ്ങളിത് പാനം ചെയ്യുമെന്ന് പറയപ്പെടുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഈ സാക്രമെന്റ് നീ അനുഭവിക്കുമ്പോൾ നിന്നിലെ പാപത്തിനൊരു മോചനം കർത്താവ് നൽകുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ വിമോചനത്തിൻ്റെ പെരുന്നാളായിട്ട് ഈ പെസഹയെ ആചരിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ രണ്ട് ചിന്തകൾ നമുക്ക് നൽകുന്നു, ഓർമ്മയുടെ പെരുന്നാൾ, മറ്റൊന്ന് വിമോചനത്തിൻ്റെ പെരുന്നാൾ. കർത്താവ് എന്നോട് കൽപ്പിച്ച് എനിക്കൊരു ഉടമ്പടി ചെയ്തപ്പെട്ട ഈ വിശുദ്ധ സാക്രമെന്റിന്റെ ഭാഗമാകുമ്പോൾ ഈ ചിന്തയോടുകൂടെ അവൻ്റെ മേശയെങ്കിലേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ വിശുദ്ധ സാക്രമെന്റ് നാം അനുഭവിക്കേണ്ടത്? കർത്താവിൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുവനെന്ന് പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് വാങ്ങിക്കൊടുപ്പൻ, വാങ്ങി ഭക്ഷിപ്പൻ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ ഈ സാക്രമെന്റിൽ, ഈ തിരുമേശയിൽ ഭാഗം ആകേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടിട്ടുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 27-29 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രവും കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. തുടർന്ന് വീണ്ടും പറയുന്നുണ്ട്, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രവും കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സാക്രമെന്റ് ഞാൻ അനുഭവിക്കുക? കർത്താവിൻ്റെ ഈ ബലിപീഠത്തിലേക്ക് എങ്ങനെയാണ് കടന്നു വരേണ്ടത്? കർത്താവിൻ്റെ മേശയിൽ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഭാഗമാകേണ്ടത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന് പറയുന്നുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ കർത്താവിൻ്റെ മേശയിലേക്ക് വരിക. തന്നെത്താൻ ശോധന ചെയ്യുക. എന്താണ് ഈ തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറയുന്നത്? എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒരാത്മപരിശോധന. എന്നിലൊരു ആത്മപരിശോധനയാണ്, ഞാൻ ഇത് അനുഭവിക്കുവാൻ യോഗ്യനാണോ? ഞാൻ വാക്കിലും പ്രവൃത്തിയിലും നിർമ്മലതയോടുകൂടെയാണോ ജീവിക്കുന്നത്? എൻ്റെ ചിന്ത നിർമ്മലതയുടെ ചിന്തയാണോ? വിശുദ്ധമായ ഹൃദയത്തിൻ്റെ അനുഭവം എനിക്കുണ്ടോ എന്നുള്ളൊരു ശോധന എനിക്ക് ഉണ്ടാകണം. ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യം എനിക്ക് വരുന്നതിനെയാണ് ഈ ശോധന എന്ന് പറയപ്പെടുന്നത്. ഞാൻ ആരാണ്? എൻ്റെ ചിന്ത എന്താണ്? എൻ്റെ പ്രവൃത്തി എന്താണ്?
എൻ്റെ മനോഭാവം എന്താണ്, എൻ്റെ ജീവിത രീതികൾ എന്താണ്, എൻ്റെ നടപ്പെന്താണ്, എൻ്റെ ഈ ജീവിതത്തിലേക്കുള്ള യാത്രകൾ എങ്ങനെയാണ്, ഞാൻ ഇന്നുവരെയും എങ്ങനെയാണ് ജീവിച്ചത്. ഈ കഴിഞ്ഞു പോയ നാളുകളൊക്കെ ഈ പ്രാർത്ഥന നിറയപ്പെട്ട നാളുകളായിരുന്നു നമ്മുടെ ഭവനങ്ങളിലും ആലയത്തിലും. ധ്യാനത്തിൻ്റെയും വേദപുസ്തക വായനയുടെയും വേദപുസ്തക പഠനത്തിൻ്റെയും ഈ ആഴമേറിയ അനുഭവങ്ങളിൽ കൂടെ ഇറങ്ങിപ്പോയ കാലഘട്ടങ്ങളാണ്. അവിടെയൊക്കെ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായ കാര്യം എത്രയേ ഉള്ളൂ, തിരുത്തലുകൾ എന്നിൽ നിന്നുണ്ടാകുക എന്നാണ്. അവിടെ ചില മുന്നറിയിപ്പുകൾ കർത്താവ് നമുക്ക് നൽകി. ഞാൻ ആരാണ് എന്ന് ആത്മപരിശോധന ചെയ്യുവാൻ, തന്നെത്താൻ ശോധന ചെയ്യുവാനായിട്ടുള്ള ചില ഉപദേശങ്ങൾ കർത്താവ് നമുക്ക് നൽകേണ്ടത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മേശയിൽ വരുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ ഇത് അനുഭവിക്കുവാനായിട്ട് യോഗ്യതയുള്ളവനാണോ? എൻ്റെ പാപം എന്നെ യോഗ്യനാക്കുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തി ഇതിനെ യോഗ്യനാക്കുന്നുണ്ടോ? എൻ്റെ നാവ് ഇതിനെ യോഗ്യനാക്കുന്നുണ്ടോ? എൻ്റെ ചിന്ത ഇതിനെ യോഗ്യനാക്കുന്നുണ്ടോ? എൻ്റെ നടപ്പ് ഇതിനെ യോഗ്യനാക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നത്, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പൻ, വാങ്ങി പാനം ചെയ്യുവൻ എന്ന് പറയുമ്പോൾ അത് കുടിക്കുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ശക്തി എനിക്കുണ്ടോ എന്നുള്ള ഒരാത്മപരിശോധന എന്നിലുണ്ടാകേണ്ടത് ആവശ്യം. ഒന്നാമത് പറയുന്നത്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ കർത്താവിൻ്റെ മേശയിലേക്ക് വരാൻ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ 29-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ, തന്നെത്താൻ അവൻ ശോധന ചെയ്തില്ല എങ്കിൽ അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനായി തരും. അത് ഞാനായിരുന്നു, നീയായിരുന്നു. ശിക്ഷാവിധിക്ക് യോഗ്യനായി തീരണ്ട എങ്കിൽ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് കഴിയണം. 2, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ പാപത്തെ ഞാനൊന്ന് ഏറ്റു പറയുക. ആരോടാണ് എൻ്റെ പാപത്തെ ഏറ്റു പറയുക? പുരോഹിതനോട് കൂടെയാണോ? അല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതനായ എൻ്റെ കർത്താവിനോടുകൂടെ എൻ്റെ എല്ലാ പാപങ്ങളെയും ഏറ്റു പറയുവാൻ നമുക്ക് കഴിയണം. എല്ലാ പാപങ്ങൾ, എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന, വാക്കിലും പ്രവൃത്തിയിലും വന്നുപോയ പാപങ്ങൾ, എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുന്ന പാപങ്ങൾ, ദൈവസ്നേഹത്തിനെ അകറ്റിക്കളയുന്ന പാപങ്ങൾ, വചനത്തിൽ നിന്ന് മാറ്റിവെച്ചിരുന്ന പാപം, ഇതൊക്കെ ഏറ്റുപറയുവാൻ കഴിയണം. പുറത്തു പറയുവാൻ കഴിയാത്ത ഒത്തിരിയേറെ പാപങ്ങൾ എനിക്ക് നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ പറയേണ്ടത് മനുഷ്യനോടുകൂടെ അല്ല, ദൈവത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിട്ട് വേണം കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും. ആ ഒരു യോഗ്യതയോടുകൂടെ വരുവാനായിട്ട് നമുക്ക് പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതും അവസാനമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? യോഗ്യതയോടുകൂടെ അവൻ്റെ മേശയിലേക്ക് വരണം. അയോഗ്യമായിട്ടല്ല, യോഗ്യതയോടുകൂടെ കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നു വരുവാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈ കർത്താവിൻ്റെ മേശ നാം ഒന്ന് പരിശോധിക്കണം. അന്ന് നടന്ന അന്ത്യത്താഴത്തിൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അവിടെ കർത്താവ് ഒരു മനുഷ്യനോട് കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മനുഷ്യനോട് കൂടെ പറഞ്ഞു, നീ എന്നെ ഒറ്റിക്കൊടുക്കും, നീ എന്നെ ഒറ്റിക്കൊടുക്കും. ആരോട്? യൂദയോട് പറഞ്ഞതാ. യൂദ ചോദിക്കുന്ന കർത്താവ് ഞാനാണോ? അത് നീ തന്നെയാണ്. എൻ്റെ താളത്തിൽ എന്നോട് കൂടെ കൈ മുക്കുന്നവൻ, ഞാൻ നൽകുന്ന അപ്പം വാങ്ങി ഭക്ഷിക്കുന്നവൻ, അവൻ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് പറയുകയാണ്. എന്തിനാണ് കർത്താവ് ഇത് പറഞ്ഞത്? കർത്താവ് പറഞ്ഞതിൻ്റെ ഈ സാരാംശം എന്ന് പറയുന്നത് ചുരുക്കമാണ്. തന്നെത്താൻ ശോധന ചെയ്ത് താൻ ചെയ്യുവാൻ പോകുന്ന പാപത്തെക്കുറിച്ച് അനുദപിച്ച് മടങ്ങി വരുവാനായി. അപ്പൊ കർത്താവ് ഇവിടെ അവന് കൊടുത്ത ശരീരം അല്ലെങ്കിൽ അപ്പവും വീഞ്ഞവും വാങ്ങി കുടിക്കുകയാണ്. വാങ്ങി കുടിച്ച് ക്ഷണനേരത്ത് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. സമ്പാദ്യത്തിന് വേണ്ടി യേശുവിന് ഒറ്റക്കൊടുക്കുവാൻ, തൻ്റെ ഗുരുവിന് ഒറ്റക്കൊടുത്ത് കിട്ടുന്ന 30 വെള്ളിക്കാശ് അവിടെ നിന്ന് ഇങ്ങനെ ഓടിപ്പോവുകയാണ്. അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? മരണശിക്ഷയിലേക്ക് അവൻ കടന്നു പോകും. അവനെ സഹായിപ്പാൻ ആരുമില്ല. അവസാനം ഈ 30 വെള്ളിക്കാശുമായി ദേവാലയത്തിൽ പോവുകയാണ്. 30 വെള്ളിക്കാശ് കൊടുത്തവൻ്റെ അടുക്കൽ പോയി അവൻ കൈ കഴുകി, ഇത് ഞങ്ങൾക്ക് വേണ്ട, കുറ്റമില്ലാത്ത രക്തത്തെ നീ കാണിച്ചു തന്നത്, ഇത് ഞങ്ങൾക്ക് വേണ്ട എന്നാൽ കൈ കഴുകി. അവസാനം ദേവാലയത്തിൽ പോയി അതിന് പ്രയോജനമില്ലാത്ത അവസ്ഥ വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ഈ മനുഷ്യൻ ഈ അവസ്ഥയിലേക്ക് പോകാൻ കാരണം ആരാണ്? ക്രിസ്തുവാണോ? ഞാൻ നിങ്ങളൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ഈ തല നന്നായിരുന്ന വാല് നന്നാകും. ഇവിടെ നാം ഒന്ന് ചിന്തിക്കണം, ക്രിസ്തുവാണ് തല. അപ്പോൾ ക്രിസ്തു തലയായിരിക്കുന്ന ആ ഒരു ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒരു മേശയ്ക്ക് ചുറ്റും വാലായിരുന്ന യൂദ നശിച്ചു പോകുന്നത് ക്രിസ്തുവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടല്ല, യൂദയുടെ കയ്യിലിരിപ്പ് കൊണ്ടിട്ടാ. യൂദയുടെ കയ്യിലിരിപ്പ് കൊണ്ട് കർത്താവ് ഒരു മുന്നറിയിപ്പോടാണ്. കർത്താവ് പറയണേ, നിന്റെ നടപ്പ് ശരിയല്ല,
നിന്റെ രീതി ശരിയല്ല, നിന്റെ പ്രവൃത്തി ശരിയല്ല എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഈ യൂദാവ് തിരിച്ചറിയുന്നില്ല, യൂദാവ് മനസ്സിലാക്കുന്നില്ല, യൂദാവ് ഉൾക്കൊള്ളുന്നില്ല. യൂദയുടെ മനസ്സ് മുഴുവനും ഈ സമ്പത്തിന്റെ പിന്നാലെയുള്ള മനസ്സാണ്, ഓട്ടമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഈ എല്ലാവരും നല്ലവരായിരിക്കും